നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതൊന്ന് പഠിച്ച് കഴിഞ്ഞാൽ മതി. എത്ര അസൈൻമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിപൊളിയായിരിക്കും, നമ്മളാണ് അവിടെ എല്ലാം എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് കയറുന്നു. ഇപ്പം ഞാൻ ആഗ്രഹിക്കുക ഒന്നും കൂടെ കോളേജിൽ പോകാൻ പറ്റിയിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചും കൂടെ നല്ലതല്ലേ, കുറച്ചും കൂടെ അടിപൊളിയെന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഞാൻ നഴ്സിംഗ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, എൻ്റെ മൈൻഡിൽ നഴ്സിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് കെയർ, മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ, അങ്ങനെ പേഷ്യൻ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പം നഴ്സുമാരൊക്കെ നല്ല ഒരേ യൂണിറ്റിയിൽ നല്ല യൂണിഫോം ഒക്കെ ഇട്ട് അവരുടെ മുഖത്ത് എപ്പോഴും ഹാപ്പിനെസ് പോലെയൊക്കെ എനിക്ക് അന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞ് വർക്കിന് കയറിയ സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ഭയങ്കര ഒരു ഒരു പേഷ്യൻ്റ് സെൻറ്റേർഡ് കെയർ മാത്രമൊന്നും അല്ല. നമ്മളൊരു വാർഡ് അല്ലെങ്കിൽ ഒരു ICU ആണെങ്കിൽ അതിൽ നമുക്ക് ഓടി നടന്ന് പണി ചെയ്യാനുണ്ടെന്ന്. ഈവൻ ദോ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യണം, പിന്നെ മെഡിസിൻസ് ഇൻറ്റൻറ്റ് ചെയ്യണം, അഡ്മിനിസ്റ്റർ ചെയ്യണം, പിന്നെ അങ്ങനെ ഈ പറഞ്ഞ പോലെ മെൻ്റലി ഫിസിക്കലി നമ്മുടെ കണ്ണും കൈയും കാതും ഒക്കെ ഒരുമിച്ചെത്തേണ്ട ഒരു പണിയാണെന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. ഈ ഒരു വർക്കിൽ ഉള്ളിൽ ഇത്രയും സംഭവങ്ങളുണ്ടെന്ന് സത്യം പറഞ്ഞാൽ പഠിക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ലായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും വിചാരം ആർക്ക് വേണേലും BSc നഴ്സിംഗ് അങ്ങ് പഠിക്കാമെന്നാണ്. വല്ല പിള്ളേരും വല്ല കുടുംബത്തിൻ്റെ രക്ഷപ്പെട്ടെന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളെ അവരുടെ ഇഷ്ടമില്ലാണ്ട് തള്ളി പിടിച്ച് നഴ്സിങ്ങിന് അങ്ങ് വിട്ട് കഴിഞ്ഞിട്ടോ ഈ 4 വർഷത്തെ ഇതിൽ അവരങ്ങ് കിടന്ന് സ്ട്രഗിൾ ചെയ്യും. എല്ലാവരും വിചാരം അങ്ങ് ഈസി കിട്ടുന്നൊരു സാധനമാണെന്നാ. വെറുതെ ഒന്നും കിട്ടുന്നതല്ല കേട്ടോ. രാവും പകലും നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ പരീക്ഷയ്ക്കൊന്ന് പാസ്സായി നല്ലൊരു ജോലിക്ക് BSc നഴ്സിംഗ് എന്നല്ല ഏത് ജോലിയും കിട്ടൂല. നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ ഹാപ്പി ലൈഫ് കിട്ടുന്നെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കുകയും വേണ്ട. അതുകൊണ്ട് തന്നെ പാരൻസ് ആയാലും നാട്ടുകാരാണേലും പിള്ളേരെ ഉന്തിത്തള്ളി ഇതിനൊരിക്കലും കൊണ്ടുവിടരുത്. ഇഷ്ടത്തോടെ നഴ്സിങ്ങിന് പോവുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റും ഒരു പരിധി വരെയൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും ആ ഫീൽഡിൽ നിന്ന്. പക്ഷേ ഇഷ്ടമില്ലാണ്ട് നമ്മൾ ഒരാളെ തള്ളി വിട്ടിട്ടുണ്ടെങ്കിൽ ഫീൽഡിൽ അവർക്ക് ഭയങ്കരമായിട്ട് കഷ്ടമായിരിക്കും. ഇവനിപ്പോൾ അവർ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരാണെങ്കിലും അവർക്ക് പഠിച്ച് പാസ്സായി നല്ല മാർക്ക് കിട്ടി ജോലി കിട്ടി ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിലും അവർക്ക് മെൻ്റൽ പ്രഷർ അവർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പം മെഡിക്കൽ ഫീൽഡ് ഇഷ്ടമുള്ള മക്കളെ വിടുക ഇതിന്. അതുപോലെ തന്നെ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വിടുക. പേഷ്യൻ്റ് കെയറിൽ നമുക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് താല്പര്യമുള്ള മക്കളെ മാത്രം നഴ്സിങ്ങിന് വിടുക. അവരുടെ മക്കൾ പോയി പൈസ ഉണ്ടാക്കിയില്ലേ, ഇവരുടെ മക്കൾ പോയി പൈസ ഉണ്ടാക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് തള്ളി വിടാതിരിക്കുക.